ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ 7ാമത്തെ പാഠം നോക്കൂ. പാഠം 7. നീ കോപിക്കരുത്. കോപിക്കരുത് എന്നതിൻ്റെ അർത്ഥം ദേഷ്യപ്പെടരുത്. നീ കോപിക്കരുത് അല്ലെങ്കിൽ നീ ദേഷ്യപ്പെടരുത്. നമുക്ക് പാഠം നോക്കാം. മുത്തുനബിയെ കുറിച്ചുള്ള ഒരു കഥയാണിത്. ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. നബിതങ്ങൾ ഒരിക്കൽ ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. നബിയുടെ മേൽ കര ഉരമുള്ള ഒരു പുതപ്പുണ്ടായിരുന്നു. നബിതങ്ങളുടെ ചുമലിൽ ഒരു പുതപ്പുണ്ടായിരുന്നു. അതിൻ്റെ കരഭാഗം, അറ്റം ഭാഗം ഉരമുള്ളതായിരുന്നു, പരുക്കനായിരുന്നു. ഒരു ആറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുതപ്പ് ശക്തിയായി പിടിച്ചു വലിച്ചു. ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ, ആറാബി ഗ്രാമീണനായ മനുഷ്യൻ നബി തങ്ങളുടെ ആ പുതപ്പ് പിടിച്ച് പിന്നിൽ നിന്നും ശക്തിയായി വലിച്ചു. അത് കഴുത്തിൽ അടയാളം വരുത്തി. ആ പുതപ്പിന്റെ കരഭാഗം ഉരമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പിടിച്ച് ശക്തിയായി വലിച്ചപ്പോൾ നബിതങ്ങളുടെ കഴുത്തിൽ അത് അടയാളം വരുത്തി. ശേഷം അയാൾ പറഞ്ഞു, മുഹമ്മദേ, നിന്റെ പക്കലുള്ള അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് തരാൻ പറയൂ. എന്നിട്ട് അയാൾ നബിയോട് പറഞ്ഞു, നിന്റെ പക്കലുള്ള അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് തരാൻ പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി. അയാൾ പിന്നിൽ നിന്നാണ് വലിച്ചത്. നബി തങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിന് ആവശ്യമായത് നൽകാൻ സ്വഹാബികളോട് നിർദ്ദേശം നൽകി. അയാൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ സ്വഹാബികളോട്, കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികളോട് നബി തങ്ങൾ നിർദ്ദേശിച്ചു. മോശമായി പെരുമാറുന്നവരോട് കോപിക്കുന്നതിന് പകരം പുഞ്ചിരി കൊണ്ടാണ് അവരെ നാം നേരിടേണ്ടത് എന്നതാണ് ഈ സംഭവത്തിലെ ഗുണപാഠം. മോശമായി പെരുമാറുന്നവരോട് കോപിക്കുന്നതിന് പകരം, ദേഷ്യപ്പെടുന്നതിന് പകരം പുഞ്ചിരി കൊണ്ടാണ് അവരെ നാം നേരിടേണ്ടത്. പുഞ്ചിരിയോടുകൂടിയാണ് അവരെ നേരിടേണ്ടത് എന്നതാണ് ഈ സംഭവത്തിലെ ഗുണപാഠം. ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പാഠം. കോപം വരുത്തിവെക്കുന്ന അപകടങ്ങൾ. കോപം അല്ലെങ്കിൽ ദേഷ്യം വരുത്തിവെക്കുന്ന അപകടങ്ങൾ 4 നമുക്കിവിടെ പഠിക്കാം. മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാകും. അതിൽ 1-ാമത്തെ, മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാകും. നാം ചെറിയ കാര്യങ്ങൾക്ക് പോലും കോപിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ, അവർ നമ്മുടെ ശത്രുക്കളായി തീരും. 2-ാമത്തെ, കൊലപാതകം വരെ സംഭവിക്കാൻ നിമിത്തമാകും. രണ്ടുപേർക്കും കോപം അടക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ തമ്മിൽ വഴക്കുണ്ടായാൽ അവിടെ കൊലപാതകം വരെ സംഭവിക്കാൻ നിമിത്തമാകും. കൊലപാതകം എന്നാൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുക, അതുവരെ സംഭവിക്കാൻ കാരണമാകും. 3-ാമത്തെ, എന്നും ഖേദിക്കാൻ ഇടയാകും. കോപം വരുത്തി വെക്കുന്ന അപകടങ്ങളിൽപ്പെട്ട 3-ാമത്തെ, എന്നും ഖേദിക്കാൻ ഇടയാകും. 4-ാമത്തെ, നരകത്തിൽ കടക്കാൻ കാരണമാകും. കോപം വരുത്തി വെക്കുന്ന ഏറ്റവും വലിയ അപകടം നരകത്തിൽ കടക്കാൻ കാരണമാകും. ഇനി കോപം അടക്കാനുള്ള മാർഗങ്ങൾ, ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ നോക്കാം. അതിൽ 5 ഇവിടെ പഠിക്കാനുള്ളത്. 1-ാമത്തെ, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയൽ. ദേഷ്യം വരുന്ന സമയത്ത് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയൽ. 2-ാമത്തെ, നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ. നിൽക്കുന്ന ആളാണെങ്കിൽ ആ സമയത്ത് ഇരിക്കൽ. 3-ാമത്തെ, ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കൽ. ദേഷ്യം വരുന്ന സമയത്ത് ഇരിക്കുന്ന ആളാണെങ്കിൽ കിടക്കൽ. 4-ാമത്തെ, വുളൂ ചെയ്യൽ. 5-ാമത്തെ, കോപം വരുത്തുന്ന അപകടങ്ങളെ ഓർമ്മിക്കൽ. കോപം വരുത്തുന്ന 4 അപകടങ്ങളെ ഇവിടെ പഠിച്ചു. ആ അപകടങ്ങളൊക്കെ ഓർമ്മിക്കൽ.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലൈസ ഷദീദു ബിസ്സുറത്തി ഇന്നമ ഷദീദു മൻ യംലികു നഫ്സഹു ഇൻദൽ അളബ്. ലൈസ ഷദീദു ബിസ്സുറത്തി ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ. ഇന്നമ ഷദീദു മൻ യംലികു നഫ്സഹു ഇൻദൽ അളബ് കോപം വരുമ്പോൾ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ. കോപം വരുമ്പോൾ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. ഇത് പഠിച്ചു വെക്കാം. ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ തദ്രീബാത്ത് നോക്കൂ. ഒന്നാമത്തെ ഉത്തരം എഴുതാം. 1. കോപം വരുത്തി വെക്കുന്ന അപകടങ്ങളെ 3 എണ്ണം. കോപം വരുത്തി വെക്കുന്ന അപകടങ്ങളെ 3 എണ്ണം. അതിന്റെ ഉത്തരം മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാകും. കൊലപാതകം വരെ സംഭവിക്കാൻ നിമിത്തമാകും. എന്നും ഖേദിക്കാൻ ഇടയാകും. നരകത്തിൽ കടക്കാൻ കാരണമാകും. അതിൽ നിന്നും 3 എണ്ണം എഴുതിയാൽ മതി. 4 എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്നും 3 എണ്ണം എഴുതിയാൽ മതി. അടുത്ത ചോദ്യം, കോപം അടക്കാനുള്ള വഴികളിൽ നിന്ന് 2 എണ്ണം. കോപം അടക്കാനുള്ള വഴികളിൽ നിന്ന് 2 എണ്ണം. അതിന്റെ ഉത്തരം ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയൽ, നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ, ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കൽ, വുളൂ ചെയ്യൽ, കോപം വരുത്തുന്ന അപകടങ്ങളെ ഓർമ്മിക്കൽ. ഇതിൽ നിന്നും 2 എണ്ണം എഴുതിയാൽ മതി. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഓർത്ത് എഴുതുക. പാഠത്തിൽ പറഞ്ഞ സംഭവത്തിലെ 2 ഗുണപാഠങ്ങൾ എഴുതുക. പാഠത്തിൽ പറഞ്ഞ സംഭവത്തിലെ 2 ഗുണപാഠങ്ങൾ. ഒന്നാമത്തെ, മോശമായി പെരുമാറുന്നവരോട് കോപിക്കുന്നതിന് പകരം പുഞ്ചിരി കൊണ്ടാണ് അവരെ നാം നേരിടേണ്ടത്. ഒന്നാമത്തെ, മോശമായി പെരുമാറുന്നവരോട് കോപിക്കുന്നതിന് പകരം പുഞ്ചിരി കൊണ്ടാണ് അവരെ നാം നേരിടേണ്ടത്. രണ്ടാമത്തെ, ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ. കോപം വരുമ്പോൾ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. രണ്ടാമത്തെ ഗുണപാഠം, ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ. കോപം വരുമ്പോൾ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. അടുത്ത ചോദ്യം, ആശയം എഴുതാം. അർത്ഥം എഴുതാനാണ്. ലൈസ ഷദീദു ബിസ്സുറത്തി ഇന്നമ ഷദീദു മൻ യംലികു നഫ്സഹു ഇൻദൽ അളബ്. അതിന്റെ അർത്ഥാണ് ഇവിടെ എഴുതേണ്ടത്. അതിന്റെ അർത്ഥം, ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ. കോപം വരുമ്പോൾ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.